നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നമ്മുടെ ഫ്ലവർ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വളരെ എളുപ്പത്തിൽ വളരെ വേറിട്ട രീതിയിൽ തന്നെ പറയാം, ഒരു ഫ്ലവറിൻ്റെ കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും പൂരിക്കും പൊറോട്ടയ്ക്കും ദോശയ്ക്കും എല്ലാറ്റിനും ഒരുപോലെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഒരു 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 3-4 ഗ്രാമ്പൂ. അല്ലാതെ നമ്മളിതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഗരം മസാലയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതവിടെ ഇരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ കുഞ്ഞുള്ളി ഒരു 2-3 എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. വലിയ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ പച്ചമുളക്, ഒരു 3-4 അങ്ങാടി മുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, അത് വലിയ എരിയില്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ കറിയുടെ ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി എന്ന് പറയുന്നത് പച്ചക്കുരുമുളകാണ്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് പകരം പെപ്പർ വെച്ചിട്ട്, ബ്ലാക്ക് പെപ്പർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. എന്നാലും ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. മറ്റുള്ള മാതിരി വെക്കണേക്കാട്ടിലും മറ്റുള്ള തരത്തിൽ വെക്കണേക്കാട്ടിലും ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ പച്ചക്കുരുമുളക് കിട്ടുന്ന ആൾക്കാർ അതന്നെ എടുത്തുണ്ടായിക്കോളൂ. അതുകൊണ്ടാണ് പച്ചമുളകും അങ്ങാടിമുളകൊക്കെ വളരെ കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ പച്ചക്കുരുമുളകാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ പീസ് കേട്ടോ. ഇനി ഒരു തക്കാളിയും കൂടി വേണം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ അടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ നല്ല ജീരകത്തിൻ്റെ കാര്യം പറയാൻ മറന്നു എന്ന് തോന്നുന്നു. നമുക്ക് വറുക്കുന്ന സമയത്ത് മല്ലിയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടെ ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മല്ലി, കറുവപ്പട്ട, 2 ഗ്രാമ്പൂ സിമ്മിൽ വെക്കണം. ഇത് വല്ലാതെ അങ്ങോട്ട് നമ്മൾ സാമ്പാറിനൊക്കെ വറക്കണ മാതിരി അങ്ങനെ ആവേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് നന്നായിട്ട് പച്ചമണം മാറും, നമുക്കൊരു മണം വരും. ആ സമയത്ത് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം ഞാൻ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥിരം ചേർക്കണ മാതിരി തന്നെ കാഷ്യൂ ആണ് ചേർക്കുന്നത്. അതില്ലാത്ത ആൾക്കാരെ കുറച്ച് കോൺഫ്ലോർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്ത് കലക്കി ഒഴിച്ചാൽ മതി. ഒന്ന് നന്നായിട്ട് ആയി വരാൻ തുടങ്ങി. ആ സമയത്ത് നമുക്ക് മറ്റുള്ള ചേരുവകളും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇത് പച്ചക്കുരുമുളക് ഇട്ട ഫ്ലവർ കറിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, പച്ചക്കുരുമുളക് ഇട്ടാത്ത ആൾക്കാർ കുരുമുളകിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ, ബ്ലാക്ക് പെപ്പറിൽ. പക്ഷേ തീർത്തും ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എന്നാലും സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്ന ഗരം മസാല മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഫ്ലവർ കറിയെക്കാട്ടിലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് മീഡിയം സൈസ് 2 നാടൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലും അറിയാലോ, ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഈ പച്ചമണം ഒന്ന് മാറി വരട്ടെ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമ്മുടെ തക്കാളിയിൽ നിന്ന് കുറേശ്ശെ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വേവേണ്ട കാര്യമില്ല. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് പച്ചക്കുരുമുളക് കുറച്ച് നല്ലോണം വേണം കേട്ടോ, ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി. ഈ കറിയിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ടാവും. എന്നാലും ആവശ്യത്തോളമുള്ള ഉപ്പിടണം. ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുത്തേ വേണ്ടുള്ളൂ. എന്നാലും ഞാൻ നല്ലോണം ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കോളിഫ്ലവറിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വേണമെങ്കിൽ ഇടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു 10 മിനിറ്റ് മുന്നേ. അതുകൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കേണ്ടതുണ്ട്. അത് പിന്നെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത ഉടനെ നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കാഷ്യൂ ഇനി ഒന്ന് നന്നായിട്ട് അങ്ങ് ഇളക്കാം. അല്ലാതെ കാഷ്യൂ വറുക്കൊന്നും വേണ്ട. വറുത്തിട്ട് വയ്ക്കും, അത് വേറൊരു ടൈപ്പ് കറി വയ്ക്കും. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ ചെയ്യാനുള്ളത്.
ഗ്രേവി നന്നായിട്ടുണ്ടാക്കുക, അതിലേക്ക് ഫ്ലവർ ഇടുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരൊറ്റ സവാള ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് വഴന്ന് വരട്ടെ. പച്ചമണം മാറിയാൽ മാത്രം മതി. വെയിറ്റ് ചെയ്യാം. മതി, ജസ്റ്റ് ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വേവിച്ച് വെച്ച ഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കണ്ടോ പച്ചക്കുരുമുളക് വെറുതെ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ക്ഷമിക്കണം, പെട്ടെന്ന് കറണ്ട് പോയി. ഫ്ലവർ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം, ഞാൻ നന്നായിട്ട് ഒരു വലിയ ഗ്ലാസ് വെള്ളം അരച്ചേ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം, വല്ലാതെ ഇളക്കണ്ട. അപ്പോൾ പിന്നെ ഫ്ലവറിൻ്റെ ഒക്കെ അറിയാമല്ലോ, പകുതി വേവ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ മുന്തി നിൽക്കുന്നത് നമ്മുടെ പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാവും. അപ്പോൾ അത് കിട്ടാൻ ഇപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, അറിയാലോ. കിട്ടുന്ന ആൾക്കാർ ചെയ്യുക, അല്ലാത്ത ആൾക്കാർ ബ്ലാക്ക് പെപ്പറിൽ ചെയ്ത് നോക്കൂ കേട്ടോ. വേറെ മുളക് പൊടിയൊന്നും ഇടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എരി അധികം വയ്യാച്ചാൽ നിങ്ങൾ ആ ചുമന്ന മുളക് അവോയ്ഡ് ചെയ്തോളൂ, പച്ചമുളക് അവോയ്ഡ് ചെയ്തോളൂ. ബ്ലാക്ക് പെപ്പർ മാത്രം ഇട്ടാലും മതി കേട്ടോ. പക്ഷേ ജീരകം കൂടി കുറച്ച് വറുക്കണം. ഒന്ന് നന്നായിട്ട് സെറ്റായി വരട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ പിന്നെ പെട്ടെന്ന് വെന്തോളും, അറിയാമല്ലോ. കളറൊക്കെ മാറിയിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇരുന്നിട്ട് ഇനി നല്ലൊരു കൊഴുപ്പ്, കുറച്ചും കൂടി ഒരു കൊഴുപ്പ് വന്നോളും. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര പണിയല്ലോ. പച്ചക്കുരുമുളകിട്ട കടായി ഫ്ലവർ എന്ന് പറയാം, കടായി കോളിഫ്ലവർ കറി. പറ്റാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. മസാലകളുടെ ഒന്നും അതിപ്രസരണമില്ലാതെ പച്ചക്കുരുമുളകിൽ വഴറ്റിയെടുത്ത ഫ്ലവർ കറി എന്ന് തന്നെ പറയാം കേട്ടോ. വേറെ ഗരം മസാല ഉപയോഗിക്കുന്നില്ല, മല്ലിപ്പൊടി ഇല്ല, മുളക് പൊടി ഇല്ല. പച്ചക്കുരുമുളകും പിന്നെ കണ്ടല്ലോ കാഷ്യൂ, അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചോറിലേക്കാണ് ഞാൻ എടുക്കുന്നത്. എല്ലാവരും കഴിച്ചോളൂ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബായ്.